ഇപ്പം റെസ്പെക്റ്റിംഗ് മാൻ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാട്ട് എവർ റോങ് വി കോൾ മേ മസ്റ്റ് ബി റൈറ്റ്. നമ്മൾ റോങ് ആണ് എന്ന് വിചാരിക്കുന്ന കാര്യം, വാട്ട് എവർ റോങ് വി കോൾ, നമ്മൾ റോങ് ആണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മേ ബി റൈറ്റ്, ചിലപ്പോൾ അത് ശരിയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല ചിലപ്പം ചില ശരികളും തെറ്റുകളും. ആസ് റിലേറ്റീവ് ടു ആൾ, ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഈ ട്രൂത്ത് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ശരി തെറ്റുകൾ, ദ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് ദാറ്റ് ഈസ് റിലേറ്റീവ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത് നമ്മൾ അതിനെ നോക്കുന്നതിനനുസരിച്ച്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ശരി തെറ്റുകൾ നിൽക്കുന്നത്. ഓക്കെ, ചില ആംഗിളിൽ നിന്ന് ചില കാര്യങ്ങളെ നോക്കുമ്പോൾ അതിനകത്ത് അത് തെറ്റായി തോന്നും, എന്നാൽ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. അപ്പം ഒരേ കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് തന്നെ നന്മയുണ്ടാവും തിന്മയുണ്ടാവും, ഗുണമുണ്ടാവും ദോഷമുണ്ടാവും. അപ്പോൾ നമ്മളതിനെ വീക്ഷിക്കുന്നതിനനുസരിച്ചാണ് അത് നിൽക്കുക. അതാണ് ഇത് റിലേറ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പം റോങ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പം റൈറ്റ് ആയിരിക്കാം എന്നുള്ളതാണ്. മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ ചിലപ്പം ചിന്തകൾ ഒരു പക്ഷേ എല്ലാ സമയത്തും ശരിയായിക്കൊള്ളണമെന്നില്ല. In a human's work, though labored on with pain, 1,000 movements scars one purpose gain. മനുഷ്യൻ ചിലപ്പോൾ ഒരു പേർപ്പസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തി മുഴുവനാക്കാൻ, അപ്പോൾ നമുക്ക് നോക്കും ഒരു വീട് വെക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേർപ്പസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 1,000 മൂവ്മെൻറ്റ് നടത്തേണ്ടി വരും. കുറേ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നന്നായിട്ട് ലേബർ ചെയ്യാൻ വേണ്ടി വരും. ലേബർ വിത്ത് പെയിൻ, ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് 1,000 മൂവ്മെൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ തന്നെ സ്കാർസ്, വളരെ കുറഞ്ഞ ഒരു പർപ്പസ് ഗെയിൻ ചെയ്യാൻ ഒരു പക്ഷേ ഗെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരുപാട് ലേബർ ചെയ്താൽ തന്നെ ഒരു ചെറിയ കാര്യം മാത്രമേ മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇൻ ഗോഡ്സ്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വൺ സിംഗിൾ ക്യാൻ ഇറ്റ്സ് എൻഡ് പ്രൊഡ്യൂസ്. വൺ സിംഗിൾ എന്നതിനോട് ഉദ്ദേശിക്കുന്നത് വൺ സിംഗിൾ മൂവ്മെൻ്റ് ആണ്. ഒരു സിംഗിൾ മൂവ്മെൻ്റ് തന്നെ എന്ത് കാര്യം ചെയ്യാനാണോ ആ ഒരു മൂവ്മെൻറ്റ് നടത്തിയത് അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷ്യം, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണോ അത് ഒരൊറ്റ മൂവ്മെൻറ്റ് കൊണ്ട് അത് തീർക്കും. ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ആൾക്കാരോട്. Then yet serves to second to some other use. എന്നാൽ ഈ രണ്ടാമത്തെ ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിലോ അതെന്തിനു സെർവ് ചെയ്യും? സം അതർ യൂസ്. രണ്ടാമത്തെ മൂവ്മെൻറ്റ് വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് യൂസ് ചെയ്യുക. അപ്പം രണ്ടാമതൊരു മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ രണ്ടാമത് വേറെ എന്തെങ്കിലും ഒരു പിന്നെ പർപ്പസ് അത് ഗെയിൻ ചെയ്യും. വേറെ എന്തെങ്കിലും ഒരു സംഗതി അത് ദൈവം ആ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് അക്കംപ്ലിഷ് ചെയ്യും, പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് man who here seems principle alone perhaps acts second to some sphere unknown. അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ ഒരു പക്ഷേ അവൻ പ്രിൻസിപ്പളായിരിക്കാം, മീനിങ് ഈവൻ ഇവിടെ കുറച്ചുകൂടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്രിയേച്ചർ ആയിരിക്കാം ഭൂമിയിൽ, ചിലപ്പം ഈ ഒരു സ്ഫിയറിൽ. ഹിയർ എന്നുള്ളത് ഭൂമിയിൽ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലൊരു പക്ഷേ മനുഷ്യനായിരിക്കാം മെയിൻ ക്രിയേച്ചർ, പ്രിൻസിപ്പൽ ക്രിയേച്ചർ. മെയിൻ ക്രിയേച്ചർ മനുഷ്യനായിരിക്കാം ഒരു പക്ഷേ. ഹിയർ സീംസ് പ്രിൻസിപ്പൽ. ഒരു പക്ഷേ അദ്ദേഹം പെർഹാപ്സ് ആക്ട്സ് സെക്കൻഡ് ടു സം സ്ഫിയർ അൺനോൺ. നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ, സ്ഫിയറിൽ ഇദ്ദേഹം ചിലപ്പം സെക്കൻഡറി ആയിരിക്കാം. ഇദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം ഉണ്ടാവുള്ളൂ. ഇവൻ്റെ മേലെ ചിലപ്പം വേറെ ഏതെങ്കിലും ജീവി ഉണ്ടാവും, നമ്മൾ അറിയില്ല, അത് അൺനോൺ ആണ് എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട്, ഈ ഒരു വരി ഒഴിവാക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇറ്റ് ഈസ് ബട്ട് എ പാർട്ട് വി സീ ആൻഡ് നോട്ട് എ ഹോൾ. അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ, അതിന് ഹോൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമുക്കറിയില്ല ഇനി വേറെ ഗ്രഹത്തിൽ വേറെ ജീവികളുണ്ടോ മനുഷ്യന്മാരുണ്ടോ എന്ന് അറിയില്ല എന്നുള്ള അദ്ദേഹം പറയുന്നു. എല്ലാ ഗ്രഹത്തിലും മനുഷ്യൻ്റെ റാങ്ക് ഒരേപോലെയാണോ, ഭൂമിയുള്ള പോലെ തന്നെയാണോ വേറെ ഗ്രഹത്തിൽ എന്നൊന്നും അറിയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇവിടെ ഈ ഒരു സ്കിപ്പ് ചെയ്ത വരി ഇങ്ങനെയാണ്.
ടച്ചസ് സം വീൽ ഓർ വേർജസ് ടു സം ഗേൾ. ഒരു വീലിൻ്റെ ഏതെങ്കിലും ഒരു മെഷീനൊക്കെ പ്രവർത്തിക്കുന്ന അതിൻ്റെ ചക്രം. അപ്പോൾ അതിൻ്റെ ചക്രത്തിൻ്റെ ഒരു വേർജ് അല്ലെങ്കിൽ ആ ഒരു വീലിൻ്റെ ചെറിയൊരു പാർട്ട്, അതിനാണ് ഈ സം അല്ലെങ്കിൽ വേർജ്. അതിൻ്റെ ഒരു വേർജ് എന്ന് പറഞ്ഞാലും ചെറിയൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗമായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ ആ ഒരു ചക്രം ഒരു പക്ഷേ വലിയൊരു ഗോളിലേക്ക് പോകുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ചക്രം കറക്കിയിട്ടായിരിക്കും വലിയൊരു എന്തെങ്കിലും മെഷീനറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ കറങ്ങുന്ന ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളത് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനാണ്, ഇത് എങ്ങനെയാണ് കറങ്ങുന്നത്, അല്ല അതിൻ്റെ പിന്നിലുള്ള മറ്റുള്ള പല സംഗതികളും ഒരു പക്ഷേ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പം അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ മനുഷ്യൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കറിയില്ല മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. When the proud steed shall know why man restrains his fiery course or drives him over the plains, when the dull ox why now he breaks the clod, is now a victim and now Egypt's god, then shall man's pride and dullness comprehend his actions, passions, beings, use and end. Why doing, suffering, checked, impelled, and why this how a slave the next day a deity. നോക്കൂ, മനുഷ്യനല്ല, ഈ ഒരു സ്റ്റീഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്. വെൻ ദ പ്രൗഡ് സ്റ്റീഡ് ഷാൾ നോ വൈ മാൻ റിസ്ട്രെയിൻസ് ഹിസ് ഫിയറി കോസ് ഓർ ഡ്രൈവ്സ് ഹിം ഓവർ ദ പ്ലെയിൻസ്. എപ്പോഴാണ് ഈ സ്റ്റീഡ് എന്നുള്ളത് ഹോസ് എന്നുള്ളതാണ് കേട്ടോ അർത്ഥം, കുതിര. ഈ കുതിരയൊക്കെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ അവനെ ഇങ്ങനെ ഈ കുതിരയൊക്കെ ഇങ്ങനെ റിസ്ട്രെയിൻ ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുന്നത്, അവനെ പിടിച്ചേക്കാണല്ലോ മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തടഞ്ഞു വെക്കുകയാണ്. ഏതിൽ നിന്ന്? ഹിസ് ഫിയറി കോസ്. അത് ഈ ഫിയറി എന്നൊക്കെ പറഞ്ഞാൽ തീജ്വാല. അപ്പോൾ തീജ്വാലയെ പോലെ കോസ് എന്ന് പറഞ്ഞാൽ ചലനം. അപ്പോൾ തീജ്വാലയെ പോലെ ചലിക്കുന്ന ഈ ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പിടിച്ചു വെക്കുന്നു. ഓർ ഡ്രൈവ്സ് ഹിം ഓവർ ദ പ്ലേസ്. എന്നിട്ട് ഈ ഭൂമിയുടെ മേലെ കൂടെ നമ്മൾ അവൻ്റെ മേലെ കയറിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഇതെന്തിനാ എന്നാണ് ഈ കുതിരകളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുക? ഇവരതിനെക്കുറിച്ച് ചിന്തിക്കുമോ? എപ്പോഴാണ് ചിന്തിക്കുക? അപ്പോൾ അവർ ചിന്തിക്കാൻ പോകുന്നില്ല. ദേ ഡോണ്ട് നോ ദാറ്റ്. ഓക്കെ, അതുപോലെ തന്നെ വെൻ ദ ഡൾ ഓക്സ് വൈ നൗ ഹി ബ്രേക്സ് ദ ക്ലോഡ്. ഈ ഒരു ഓക്സ്, കാളകളൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എപ്പോഴാണ് അവർ ചിന്തിക്കുക? എന്തിനാണ് ഈ കാളകളൊക്കെ ഇങ്ങനെ, ക്ലോഡ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, മണ്ണിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഉഴുതുമറിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോ? എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴാണ് അവരതൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഈസ് നൗ എ വിക്ടിം. ഈ കാളയെ പോലെയുള്ള ജീവികളൊക്കെ ഇപ്പോൾ ഒരു വിക്ടിമാണ്. ആൻഡ് നൗ ഈജിപ്റ്റ്സ് ഗോഡ്. അപ്പം അദ്ദേഹം പറയുന്നത് ചില സമയത്ത് ഇവർ വിക്ടിമാണ്. ഈ വിക്ടിമാകുന്ന, ഇരയാകുന്ന ഇവർ തന്നെ ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവത്തെ പോലെ ആയിരിക്കാം. അതിൻ്റെ ഉദാഹരണം, ഒരു വിക്ടിമായിരുന്ന ഒരു സാധനം പിന്നീട് ഈജിപ്തിൻ്റെ ദൈവമായി മാറി. ഇതൊക്കെ എന്താ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ ഒരു ഈജിപ്റ്റ് ഗോഡ് എന്നുള്ളതിനോട് ശ്രദ്ധ ഉദ്ദേശിക്കുന്നത് എയ്പ്പിസ് എന്ന് പറയുന്ന ഒരു ഈജിപ്തിലുള്ള ആളുകൾ ആരാധിക്കുന്ന ഒരു ബുള്ളുണ്ട്, ഒരു കാള. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രതിമയാണത്. അപ്പോൾ അതോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഒരു പക്ഷേ ബൈബിളിലുള്ള ജോസഫിൻ്റെ, ഖുറാനിലൊക്കെ പറയുകയാണെങ്കിൽ യൂസുഫ് എന്ന് പറയും, ആ ഒരു സ്റ്റോറി ആയിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പിന്നെ എന്താ പറയുക, ഒരു അടിമയായിട്ട് പിന്നീട് രാജാവാകുന്ന സ്റ്റോറി ഉണ്ട് ബൈബിളിൽ. ഒരു പക്ഷേ അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു തവണ വിക്ടിമായിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ പിന്നീട് ഭയങ്കര ദൈവത്തെ പോലെയൊക്കെ ഉയർത്തപ്പെട്ടേക്കാം. ഓക്കെ, ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ എന്നുള്ള, ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുമോ? അതിന് മുമ്പ് ഇയാൾ ചോദിക്കുന്നത് ഈ കാളകൾക്കറിയോ എന്തിനാണ് അവർ ഉഴുതുമറിക്കുന്നത് എന്നുള്ളത്, അതുപോലെ ഈ ഹോസിനറിയോ എന്തിനാണ് മനുഷ്യൻ അവരെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഹോസിനറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുതിരകൾക്കറിയുമോ? ദെൻ ഷാൾ മാൻസ് പ്രൈഡ് ആൻഡ് ഡൾനെസ് കോംപ്രിഹെൻഡ്സ് ഹിസ് ആക്ഷൻസ്. അപ്പോൾ ഈ കാളകൾക്കും അതുപോലെ ഈ ഹോസിനൊക്കെ എന്തുകൊണ്ടാണ് മനുഷ്യൻ അവരെ പിടിച്ചേക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അവരെ ഈ
ഭൂമി ഉഴുതുമറിക്കുന്നതൊക്കെ അവർ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമോ? അവർക്കത് മനസ്സിലാവുകയാണെങ്കിൽ മനുഷ്യനെന്ത് മനസ്സിലാവും? ദെൻ ഷാൾ മാൻസ് പ്രൈഡ്, ഈ ഭയങ്കര പ്രൈഡായിട്ടുള്ള മനുഷ്യന്, ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള മനുഷ്യന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മനസ്സിലാക്കാം? കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥം. ആ ഡള്ള് പ്രൈഡായിട്ടുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ പാഷൻസ്, അദ്ദേഹത്തിൻ്റെ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ, അദ്ദേഹത്തിൻ്റെ ലൈഫ്. യൂസ് ആൻഡ് എൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ എൻഡ്, അതിൻ്റെ ലക്ഷ്യവും ഒക്കെ അവന് മനസ്സിലാക്കാൻ പറ്റും. വൈ ഡൂയിങ് സഫറിങ്, എന്തുകൊണ്ടാണ് അവനിങ്ങനെ സഫർ ചെയ്യുന്നത്? വൈ ചെക്ക്ഡ്, ചില സമയത്ത് അവനെ ദൈവം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യാന്നുള്ളതിനോട് കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. ചില സംഗതികൾ അവനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇമ്പെൽഡ്, ചില സമയത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഫോഴ്സ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതൊക്കെ അവന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ അവന് മനസ്സിലാകും. ഈ മറ്റ് ആ സംഗതികൾ ഒരു പക്ഷേ ഈ കുതിരകൾക്കും കാളകൾക്കൊക്കെ മനസ്സിലാണെങ്കിൽ ഈ കാര്യവും അവന് മനസ്സിലാകും. അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും മനുഷ്യന് മനസ്സിലാകാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ദിസ് അവർ എ സ്ലേവ് ദ നെക്സ്റ്റ് ഡേ എ ഡേറ്റ്, ഇന്ന് ഒരു സ്ലേവ് ആയിട്ടുള്ള ഒരാൾ പക്ഷേ നാളെ എന്തായിരിക്കാം? ദൈവമായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്നുള്ളത് ആ മനുഷ്യനത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതുപോലെ ഈ ഹോസിനും ഇതിനൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ. വെൻ ഹി അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്, ഞാൻ വായിക്കുന്നുണ്ട്, ഈ ദീസ് തിങ്സ് എന്നുള്ളത് എന്തുകൊണ്ട് ഹോസ് മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതുപോലെ ഓക്സ് ചിന്തിക്കുന്നില്ല, മനുഷ്യനെ അവരെ അടിമയാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊന്നും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് അവനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവൻ എന്ത് മനസ്സിലാവുള്ളൂ? ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഹിസ് ആക്ഷൻസ്, പാഷൻസ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ്സ് യൂസ് ആൻഡ് ലൈഫിൻ്റെ ഉപയോഗവും അതിൻ്റെ ലക്ഷ്യവും, എന്തുകൊണ്ട് അവൻ സഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് ചില സമയം അവനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ചില ആക്ഷൻസ് ചെയ്യുന്നതിൽ നിന്നും, ചില സംഗതികൾ അവൻ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ചില സ്ലേവായിട്ടുള്ള ആളുകൾ ചില സമയത്ത് പിന്നീട് ദൈവങ്ങളാകുന്നു എന്നുള്ളതൊക്കെ അവന് മനസ്സിൽ ആവണം എന്നുണ്ടെങ്കിൽ മറ്റ് സംഗതി അവൻ ആദ്യം മനസ്സിലാവണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. This is the last stanza. Then say not, man is imperfect, heaven in fault. Say rather, man's as perfect as he ought, his knowledge measured to his state and place, his time a moment and a point his space. If to be perfect in a certain sphere, what matters soon or late, or here or there? The blessed today is completely so as who began 1,000 years ago. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ദെൻ സേ നോട്ട് മാൻ ഈസ് ഇംപെർഫെക്റ്റ്, നിങ്ങൾ പറയരുത്, എന്ത് പറയരുത്? സേ നോട്ട് മാൻ ഈസ് ഇംപെർഫെക്റ്റ്, മനുഷ്യൻ ഇംപെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ പറയാൻ പാടില്ല. ഹെവൻ ഇൻ ഫാൾട്ട്, ഹെവന് തെറ്റ് പറ്റി, ഹെവൻ എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. ദൈവത്തിന് ഫാൾട്ട് പറ്റി എന്നുള്ളത് നിങ്ങൾ പറയാൻ പാടില്ല. പകരം എന്ത് പറയണം? സേ റേദർ മാൻ ഈസ് ആസ് പെർഫെക്റ്റ് ആസ് ഹി ഓട്ട്, മനുഷ്യൻ എങ്ങനെയാണോ ആകേണ്ടത് ആ ഒരർത്ഥത്തിൽ അവൻ പെർഫെക്റ്റാണ്. അണ്ടർസ്റ്റാൻഡ്? മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ മനുഷ്യൻ എന്തൊക്കെ അറിയണം, മനുഷ്യൻ എന്തൊക്കെ കഴിവുകൾ വേണം എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം ആ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ അർത്ഥത്തിൽ എന്താണ്? മനുഷ്യൻ പെർഫെക്റ്റ് ആണെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്തല്ല, ഇംപെർഫെക്റ്റ് അല്ല. മനുഷ്യന് ആവശ്യമുള്ള സംഭവം മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. ഇനി മനുഷ്യന് പിന്നെ ദൈവം കൊടുക്കാത്ത സംഗതികൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇംപെർഫെക്റ്റ് എന്ന് പറയാൻ പാടില്ല. കാരണം അത് മനുഷ്യന് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഹിസ് നോളജ് മെഷേർഡ് ടു ഹിസ് സ്റ്റേറ്റ് ആൻഡ് പ്ലേസ്, ഹിസ് ടൈം എ മൊമെൻറ്റ് ആൻഡ് എ പോയിൻറ്റ് ഹിസ് സ്പേസ്. അദ്ദേഹത്തിൻ്റെ നോളജ് അളന്ന് മുറിച്ചനെയാണ് കൊടുത്തത്. ഹിസ് നോളജ് മെഷേർഡ് ടു ഹിസ് സ്റ്റേറ്റ് ആൻഡ് പ്ലേസ്, അദ്ദേഹത്തിൻ്റെ പൊസിഷനും അദ്ദേഹത്തിൻ്റെ പ്ലേസ്, അദ്ദേഹം ഈ ഒരു നമ്മുടെ ചരിത്രത്തിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് നോക്കിയാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു നോളജിനെയാണ് അവന് കൊടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ടൈം എന്നുള്ളത് ഒരു മൊമെൻ്റാണ്. നമ്മൾ മൊത്തം ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയൊരു മൊമെൻറ്റിൽ മാത്രമേ അവൻ ജീവിക്കുന്നുണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്പേസ് ഈ ഒരു പ്രപഞ്ചത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പേസ് ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള മെഷേർഡ് ടു ഹിസ് സ്റ്റേറ്റ് ആൻഡ് പ്ലേസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊസിഷനും
അദ്ദേഹത്തിൻ്റെ പ്ലേസിനൊക്കെ അനുസരിച്ചിട്ട് ഉള്ള ഒരു നോളജ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പെർഫെക്റ്റ് ആണ് അതിനകത്ത്. ഞാൻ അദ്ദേഹം ചോദിക്കുന്നത്, ഇഫ് ടു ബി പെർഫെക്റ്റ് ഇൻ എ സർട്ടൻ സ്ഫിയർ, വാട്ട് മാറ്റർ സൂൺ ഓർ ലേറ്റ് ഓർ ഹിയർ ഓർ ദർ. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ പെർഫെക്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്ഫിയറിൽ, ഇതൊരു സർട്ടൻ സ്ഫിയർ ആണല്ലോ ഈ ഭൂമി, ഇഫ് ടു ബി പെർഫെക്റ്റ് ഇൻ എ സർട്ടൻ സ്ഫിയർ, വാട്ട് മാറ്റർ സൂൺ ഓർ ലേറ്റ് ഓർ ഹിയർ ഓർ ദർ. ഇതിനകത്തൊരു ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നല്ല, വാട്ട് മാറ്റർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെൻ ആൻഡ് വേർ ഹി ലിവ്ഡ് ഓർ ലിവ്സ്. യു അണ്ടർസ്റ്റാൻഡ്? സൂൺ ഓർ ലേറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലാണോ പ്രസൻറ്റിലാണോ, അല്ല കുറേ സൂൺ പിന്നെ ജീവിച്ചോ, കുറേ കാലം മുമ്പേ ജീവിച്ചോ, കുറേ ലേറ്റായി ജീവിച്ചോ, കുറേ മുമ്പ് ജീവിച്ച ആളുകൾ വളരെ അല്ലെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് കുറഞ്ഞതായിരുന്നു, ഇപ്പം ജീവിക്കുന്ന ആളുകളാണ് ഒന്നുകൂടി പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഹിയർ ആൻഡ് ദർ, ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് കുറച്ച് പെർഫെക്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇത്ര തന്നെ പെർഫെക്റ്റ് അല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ ഏത് കാലഘട്ടത്തിലാണോ ജീവിച്ചത് അതിനനുസരിച്ചുള്ള അറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും. എവിടെയാണോ ജീവിക്കുന്നത് അവർ അതിനനുസരിച്ചുള്ളൊരു നോളജും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അവർ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരാൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അവരവിടെ ജീവിക്കുന്നു, ഏത് കാലത്ത് ജീവിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദ ബ്ലസ്ഡ് ടുഡേ ഈസ് ആസ് കംപ്ലീറ്റ്ലി സോ ആസ് ഹു ബിഗാൻ 1000 years ago. ഒരു ബ്ലസ്ഡ് ഡേ ഓഫ് സംവൺ, അതാണ് ബ്ലസ്ഡ് ടുഡേ. ഇന്നത്തെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ബ്ലസ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലസ്ഡ് ആണ് കേട്ടോ, അവിടെ BLEST ആണ് ഇവിടെ കൊടുത്തത്. ദ ബ്ലസ്ഡ് ടുഡേ ഈസ് ആസ് കംപ്ലീറ്റ്ലി സോ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലസ് ആയിട്ടുള്ള ഒരാളുടെ ദ ബ്ലസ്ഡ് ഡേ ഓഫ് സംവൺ ഹൂ ലിവ്സ് ടുഡേ ഈസ് കംപ്ലീറ്റ്ലി സിമിലർ ടു ദ ബ്ലസ്ഡ് ഡേ ഓഫ് സംവൺ ഹൂ ലിവ്ഡ് 1000 years ago. ഒരു 1000 years ago ജീവിച്ച ഒരാളുടെ ബ്ലസ്ഡ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഏത് രൂപത്തിലായിരുന്നോ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒരാളുടെ ബ്ലസ്ഡ് ആയിട്ടുള്ള ദിവസവും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങിൽ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല, അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് എന്നുള്ള അദ്ദേഹം പറയുന്നത്. ദ ബ്ലസ്ഡ് ഡേ ഈസ്, ഇന്നത്തെ ഒരു ബ്ലസ്ഡ് ഡേ കംപ്ലീറ്റ്ലി സോ, അതേപോലെ തന്നെയാണ് ഇത് ആസ് ഹു ബിഗാൻ 1000 years ago. ഒരു 1000 years ago ഒരാൾക്ക് എങ്ങനെയാണോ അത് കിട്ടിയിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇപ്പോൾ മേ ബി നമുക്ക് ഒറ്റ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ മീനിങ് കിട്ടുകയാണെന്നില്ല. പിന്നെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സാഡ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി നിങ്ങൾക്ക് കമൻ്റായിട്ട് അതിനകത്ത് ചോദിക്കാം. ആൻഡ് നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.